20 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയും വെള്ളയപ്പവും റെഡി. ചിക്കൻ കറിക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചാൽ ഈ വീഡിയോ കാണിക്കുന്ന അത്രയും വിഷമമൊന്നുമില്ല കറി ഉണ്ടാക്കാൻ. 2 മിനിറ്റ് ചിക്കൻ വേവാനും ഒരു 3 മിനിറ്റ് കൊണ്ട് ചിക്കൻ തിളച്ചിട്ട് വറവിടാനും മതി. ഒരു റെസിപ്പി കാണിക്കുമ്പോൾ അതിൻ്റേതായ തരത്തിൽ കാണിക്കണമല്ലോ, എങ്കിലല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. വീഡിയോ ഷൂട്ട് ചെയ്ത കറി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. നമുക്ക് എല്ലാ മസാലകളും അതിൻ്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് ഞരടി ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി ചേർത്താൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഹോട്ടൽ ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയും വെള്ളയപ്പവും. 2 ഐറ്റംസും റെഡിയാക്കാൻ 20 മിനിറ്റ് മതി. ഇതിനായിക്കൊണ്ട് 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത ചിക്കനിലോട്ട് 6 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോൾട്ട്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ഇതിനായിക്കൊണ്ട് 2 വലിയ സവോള, 2 മീഡിയം സൈസ് ടൊമാറ്റോ, 5 പച്ചമുളക്, 1 ഇഞ്ച് പീസ് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ്. ഇൻസ്റ്റൻറ്റ് പോട്ട് തന്നെ വേണമെന്നില്ല, സാധാരണ കുക്കറിലും ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ പാത്രം പുറത്തെടുത്തിട്ട് അതിലേക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ടൊമാറ്റോ, ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. 1 ടീസ്പൂണോളം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി വെക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികൾ, ഇത് ഇൻസ്റ്റൻറ്റ് കറി ആയതുകൊണ്ട് ഒരു മസാലപ്പൊടികളാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിക്കനിലേക്കെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ മല്ലി, കുരുമുളക്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഓയിലോ അല്ലെങ്കിൽ തനിയോ വറുത്ത് പൊടിച്ചെടുത്തിട്ട് അരച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് പൊടികൾ മാത്രം ഒന്ന് ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കുക. അത്രേ ചെയ്യേണ്ടിയുള്ളൂ. ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൽ ഞാൻ പിന്നെ 2 പൊട്ടറ്റോ, ചെറിയ പൊട്ടറ്റോ കൂടി ചേർത്തിട്ടുണ്ട്. പൊട്ടറ്റോ എൻ്റെ കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ചിക്കൻ്റെ മസാലക്കൊപ്പം വെന്ത് വന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ അപ്പത്തിനാണല്ലോ ഈ കറി ഉണ്ടാക്കുന്നത്. 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഫ്രോസൺ ആണ്, ഫ്രീസറിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ആ മസാലപ്പൊടികൾ, എടുത്തു വെച്ച മസാലപ്പൊടികളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്യാൻ എടുത്തത് 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് തട്ടി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പാകത്തിന് മൂപ്പിച്ചെടുത്ത മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൈ കൊണ്ട് തന്നെ ഞെരടി ചേർത്ത ശേഷം ഇൻസ്റ്റൻറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത തൈരിൻ്റെതും പിന്നെ അല്ലാതെ ടൊമാറ്റോ ഒന്നും സവോളയൊന്നും അല്ലാതെ പൊട്ടറ്റോ എല്ലാത്തും പിന്നെ ചിക്കനൊന്നും നല്ല വെള്ളം ഊറി വരും. എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരും. 2 മിനിറ്റ് സെലക്ട് ചെയ്യണം. നമ്മുടെ സാധാരണ കുക്കറിലാണെങ്കിലും 2 വിസിലേ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ചിക്കനും മസാലയും വെന്ത് വരും. നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങ, ആ മസാല, പട്ടയും കറാമ്പട്ടിയും ഏലക്കായെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. 1 കപ്പ് തേങ്ങക്കൊപ്പം 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2-3 ചെറിയ പീസ് കറാമ്പട്ട, 3 ഏലക്കായ, 3 കറാമ്പൂവ്, പിന്നെ ഇത്രയും സാധനമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് മൂത്ത് വരുമ്പോൾ 6 കാഷ്യൂം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് അതേ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് നന്നായി ചൂടായ ശേഷം ഇറക്കി വെച്ചിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇൻസ്റ്റൻറ്റ് പോട്ട് 2 മിനിറ്റ് ശേഷം ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷർ മാറിയ ശേഷം നമുക്ക് തുറന്നിട്ട് അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഇതിൽ തന്നെ തിളപ്പിച്ചെടുക്കാൻ പറ്റും. സോൾട്ട് സെലക്ട് ചെയ്താൽ മതി. അത് 30 മിനിറ്റ് ആദ്യം വരുമെങ്കിലും നമുക്ക് എത്ര സമയം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരപ്പ് ചേർക്കാൻ പോവാണ്. അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്
4-5 കാഷ്യും കൂടി അരച്ചുകൊണ്ട് നല്ല കട്ടി ഉണ്ടാവും. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഈ കറി അപ്പത്തിനായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. ഇൻസ്റ്റൻറ്റ് പോട്ടിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. സോട്ടേൻ ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് നല്ലോണം തിളച്ച് വരും. ശേഷം ഇതിൽ നമ്മൾ കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ സവളയുടെ പീസോ കൊണ്ട് വറവിട്ടാൽ മതി. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചാൽ ഇത് ഓഫ് ചെയ്യാൻ പറ്റും. പച്ച മസാല ചൊവ്വയൊന്നും ഉണ്ടാകും. നന്നായിട്ട് വെന്ത സാധനമാണ്. നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഇത് നല്ലോണം താളിച്ചൊഴിക്കുക, അതായത് വറവിടുക. അതിന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി. കുഞ്ഞുള്ളിയാണ് വറവിടുന്നത്. ഇതിലേക്ക് ലാസ്റ്റിൽ 2 ഉണക്കമുളക് മുറിച്ചിട്ടുണ്ട്. അതും കൂടി മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞുള്ളിയും ഉണക്കമുളകും കൊണ്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ കറി വെള്ളയപ്പത്തിനും വെള്ളപ്പം പാലപ്പം ഒന്ന് തന്നെയാണ്. പാലപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷൻ. അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, പിന്നെ ഊണിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണിത്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കണം. ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കാൻ കുറേ സമയം എടുത്തിട്ടാണ്. ഇതതുപോലെയല്ല. കാലത്ത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പമുള്ളൊരു കറിയും അപ്പമാണിത്. ഈ വെള്ളപ്പം ഇൻസ്റ്റൻറ്റ് വെള്ളപ്പമാണ്. കാലത്ത് ഞാൻ റവയും അരിപ്പൊടിയും കൊണ്ട് മിക്സ് ചെയ്തിട്ട് അവർ 10-20 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ചുട്ടതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.